Hello, welcome to Market Discussion of the Day. Today, September 4th, 2025, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമുക്ക് പോവാം. സോ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് വലിയ ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതായത് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള വലിയ രീതിയിലുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് കലണ്ടർ ബേസ് ചെയ്തിട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് നമുക്ക് രാവിലെ ഒന്നും ന്യൂസ് ഇല്ല. ഉച്ചയ്ക്ക് US സെഷന് ശേഷം ആണ് ന്യൂസ് വരുന്നത്. ഫസ്റ്റ് ന്യൂസ് വന്നിട്ട് 1:15 UK ടൈമിങ് 1:15 ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്. സോ അതിനുശേഷം ISM നോൺ മാനുഫാക്ചറിങ് PMI ഉണ്ട്, ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. ഇത് മൂന്നുമാണ് ഇന്നത്തെ ന്യൂസുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നാളെ എന്താ പറയുക, നമ്മുടെ നോൺ ഫാം പേറോൾ ഉണ്ട്. സോ വലിയ മൂവ്മെൻ്റ് ആണ് നാളത്തെ നോൺ ഫാം പേറോളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇന്ന് ഏതെങ്കിലും ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനകത്ത് സ്റ്റക്കായി പോവാതിരിക്കാൻ നോക്കുക. സ്റ്റോപ്പ് ലോസുകൾ ഇട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യം എടുത്ത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ കമ്മിങ് ടു എന്താ പറയുക, നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസ്, എപ്പോൾ വേണമെങ്കിലും ഡൊണാൾഡ് ട്രംപിൻ്റെ സൈഡിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു കാര്യം കൂടെ എക്സ്പെക്റ്റ് ചെയ്യുക. അതേപോലെ ഫ്രാൻസിൽ നടക്കുന്ന എലക്ഷൻ, അത് അടുത്ത 8-ാം തീയതിയാണ് നടക്കുന്നത്. അത് എലക്ഷൻ വരെ വെയിറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാരണം ഇന്ന് ഭരിക്കുന്ന പാർട്ടിയിലുള്ള ആൾക്കാർ ഭൂരിപക്ഷം കൊടുക്കുമോ അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യുമോ, ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ളൊരു കാര്യം കൂടെ ഒക്കെ ഇന്നത്തെ ദിവസം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇന്ന് നമുക്കത് ആ ഒരു പാർട്ടിക്ക് കിട്ടുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും തിങ്കളാഴ്ച 8-ാം തീയതി നടക്കാൻ പോകുന്ന വോട്ടിംഗ് വെറുതെ ഒരു വോട്ടിംഗ് നടക്കും എന്നുള്ളതാണ്. ഇന്ന് ഭൂരിപക്ഷം കിട്ടത്തില്ല എന്നുള്ളെങ്കിൽ ഉറപ്പായിട്ടും ഫ്രാൻസിലെ ആ ഒരു പാർട്ടി എന്താ പറയുക, ഭൂരിപക്ഷം ഇല്ലാതെ തോറ്റുപോകും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇന്ന് അതിനൊരു തീരുമാനമാകും. അതുകൊണ്ടിട്ട് തന്നെ യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. എന്തായാലും ട്രേഡ് എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു പോകാനായിട്ടുണ്ട്. സോ അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായിട്ടും GBPയിൽ അതിനുള്ളൊരു പ്രഷർ ഉണ്ടാവുകയും GBP ഒറ്റയടിക്ക് റിയാക്ട് ചെയ്ത് മുകളിലോട്ട് പോകാനായിട്ടുള്ള GBPയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. സോ ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകൾ അല്ലെങ്കിൽ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളെ കുറിച്ച് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നമ്മൾ നേരെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് ഇന്നലെ കഴിഞ്ഞ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, രാത്രി ഇന്ത്യൻ ടൈമിങ് 7:30 മണിക്കും 10:30 മണിക്കുമാണ് ഈ ഒരു പർട്ടിക്കുലർ ബാച്ച് നടക്കുന്നത്. മിക്കവാറും അടുത്ത ആഴ്ചയായിരിക്കും വീണ്ടും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു പോകാനായിട്ടുണ്ട്. സോ കുറേ ആൾക്കാർ പുതിയ ബ്രോക്കർ നോക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ ഒരുപാട് ബ്രോക്കേഴ്സിന് വിഡ്രോവൽ പ്രോബ്ലം ഉണ്ടായത് കൊണ്ടിട്ട്. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറയുമ്പോൾ റെഗുലേഷൻസ് നോക്കി കഴിഞ്ഞാൽ UAE റെഗുലേഷൻ ഉണ്ട്, അതേപോലെ UK റെഗുലേഷൻ ഉണ്ട്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന മേജർ കൺട്രീസിൻ്റെ റെഗുലേഷൻ്റെ കൂടെ 100,000 1 കോടി രൂപ വരെ നമ്മളുടെ പൈസ ലോയിഡ്സ് ബാങ്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. UKയുടെ നമ്പർ 1 ബാങ്കാണ് ലോയിഡ്സ് ബാങ്ക്. ലോയിഡ്സ് ബാങ്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ ക്യാപിറ്റൽ സേഫാണ് എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും അതേപോലെ തന്നെ സ്വാപ്പ് ഫ്രീ അക്കൗണ്ടിനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതായത് നമുക്ക് ട്രേഡ് ഹോൾഡ് ചെയ്താൽ 14 ദിവസത്തേക്ക് സ്വാപ്പ് ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ള ഓപ്ഷണലാണത്. അത് വേണമെങ്കിൽ നമുക്ക് എടുത്തു പോകാം. അതിൻ്റെ കൂടെ നല്ല രീതിയിലുള്ള ബോണസ്, എപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്താലും 20% ബോണസ് നമുക്ക് കിട്ടുകയും ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഫസ്റ്റ് ഡെപ്പോസിറ്റിന് ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ 20% കിട്ടുകയും ആദ്യത്തെ $500 50% നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ആ ഒരു ബോണസ് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോകാനും പറ്റും എന്നൊക്കെയുള്ളതാണ് സ്റ്റാർ ട്രേഡറിൻ്റെ പ്രത്യേകത. സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സ്റ്റാർ ട്രേഡറിൻ്റെ ലിങ്ക് എടുത്തിട്ടുണ്ട്. അത് ത്രൂ അക്കൗണ്ട് തുറക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് പേഴ്സണലി വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഓഫേഴ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിലോട്ട് വരാം. JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്
148.26 എന്ന് പറയുന്ന റേഞ്ചിലാണ്. സോ 148ൻ്റെ മുകളിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള മാർക്കറ്റ് ടൈമിങ്ങിനെല്ലാം ഓപ്പൺ ആയിട്ടുള്ളത് 148ൻ്റെ മുകളിലായിട്ടാണ് അല്ലേ. സോ അതുകൊണ്ടിട്ട് തന്നെ 148ൻ്റെ അവിടെ നമുക്കൊരു ബൈ ലിമിറ്റ് ഇട്ട് വെക്കാം. 148.1 അവിടെ നമ്മൾ ബൈ ഇട്ട് കഴിഞ്ഞാൽ 147.30 താഴെ സ്റ്റോപ്പ് ലോസ് ഇടണം. ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 149 വെച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അതാണ് JPYയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. നേരെ നമ്മൾ സെൽ സൈഡിലോട്ട് 148ൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് കടന്നു എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം സെൽ സൈഡിലോട്ട് നിൽക്കുക. അല്ലാത്ത പക്ഷം 148 150 150 154 ഇതാണ് JPYയുടെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് പോകുമ്പോൾ യൂറോ 1.16542 നിൽക്കുന്നു. 1.167 എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 1.16 ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷെ എന്നിരുന്നാലും വെയിറ്റ് ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ പ്രഷർ ഫ്രാൻസിൽ നിന്ന് ഉണ്ടാവുന്നത് കൊണ്ടിട്ട് തന്നെ എങ്ങാനും ഗവൺമെൻറ് കൊളാപ്സ് ആയാൽ ഉറപ്പായിട്ടും യൂറോ താഴോട്ട് പോവുകയും 1.1500 വരെ പോവുകയും ചെയ്യും എന്നും പറഞ്ഞ് 1.1500 അവിടെ ഒരു ബൈ എൻട്രി അല്ലെങ്കിൽ ബൈ ലിമിറ്റ് ഇട്ട് വെക്കണം ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇന്നത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം യൂറോയിൽ ട്രേഡ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അത് എക്സ്പെക്ട് ചെയ്യേണ്ടത് എപ്പോൾ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു 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 ഒറ്റയടിക്ക് മാർക്കറ്റ് താഴോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് യൂറോയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും എക്സ്പെക്റ്റ് ചെയ്യേണ്ടതും. ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ 1.16 വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം, ട്രേഡ് എടുത്തോ. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത് നിർബന്ധമായിട്ട് പാലിച്ചു പോവുക. നേരെ GBPയിലോട്ട് വരുമ്പോൾ GBP 1.342 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. 1.3300 അടുത്ത് കിട്ടിയാൽ അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അല്ലാത്ത ഉള്ള ആൾക്കാർക്ക് 1.3100 1.3410 1.3400 എന്ന് പറയുന്ന റേഞ്ചിൽ വേണമെങ്കിലും ബൈ എടുത്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് മെനഞ്ഞാന്ന് പോയതിൻ്റെ താഴെയായിട്ട് വെക്കേണ്ടി വരും. 1.3300 1.3320 ഒക്കെ വെക്കേണ്ടി വരും. സ്റ്റോപ്പ് ലോസ് മറക്കാതെ അങ്ങനെ ഇട്ട് തന്നെ പോവുക. അതാണ് എനിക്ക് GBPയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, നേരെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇന്നലെ 3580 തട്ടില്ല 3578 വരെയാണ് മാർക്കറ്റ് ഇന്നലെ സഞ്ചരിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇന്നലെ രാത്രി തന്നെ റീട്രേസ് ചെയ്ത് 3511 വരെ മാർക്കറ്റ് വന്നിട്ടുമുണ്ട്. ഓക്കെ, സോ പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് ടൈമിംഗ് എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ടൈമിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏഷ്യൻ സെഷൻ ആണെങ്കിലും യൂറോപ്പ് സെഷന് വന്നിട്ട് 3530 താഴെയാണ് ക്യാൻഡിൽ ഓപ്പൺ ആയത്. അത് നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും അടുത്ത ഏഷ്യ ക്ലോസിംഗ് 3530 മുകളിലാണ് എങ്കിൽ ഉറപ്പായിട്ടും ഒന്നും കൂടെ 3530 മാർക്കറ്റ് വരും. 3531 32 റേഞ്ചിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് വരും. ഓക്കെ, സോ അവിടെ നിന്ന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ബൈ എടുത്ത് മുന്നോട്ട് പോകാം. 3518 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ഓക്കെ, അത് നിർബന്ധമായിട്ടും ആ സ്റ്റോപ്പ് ലോസ് പാലിച്ച് തന്നെ പോവുക കേട്ടോ. കാരണം അത് 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 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഗോൾഡിൽ കച്ചവടം ചെയ്യാതിരിക്കുക. കാരണം ഒരുപാട് ആൾക്കാരുടെ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, ആ പ്രോഫിറ്റ് ബുക്കിംഗ് എവിടെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ല. പിന്നെ അതേപോലെ നാളെ നോൺ ഫാം പേറോൾ വരുന്നത് കൊണ്ടിട്ട് ഇന്നലത്തെ അത്രയും വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതുമില്ല. ഇന്നൊരു $30 ഓക്കെ ഉറപ്പായി ഓൾറെഡി $30 മൂവ്മെൻറ്റ് കഴിഞ്ഞു. 60 നേരെ പോയത് 11 ഓൾറെഡി $50 മൂവ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ റേഞ്ച് മനസ്സിലായി. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 30 എന്ന് പറയുന്ന സപ്പോർട്ട് എടുക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി എന്നുള്ളത് മാത്രമാണ്. എടുത്തു കഴിഞ്ഞാൽ 2.5 ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ 3530 അവിടെ നിന്നുള്ളൊരു ബൈ ആണ് റെക്കമെൻഡേഷൻ. 3530 അവിടെ നിന്നുള്ള ബൈ എന്താ പറയുക, സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 3500 ഏറ്റവും നല്ലൊരു സപ്പോർട്ട് 3480 എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് നല്ലോണം അറിയാവുന്ന കാര്യങ്ങളാണല്ലേ ഇതൊക്കെ അല്ലേ. സോ ഇങ്ങനെ തന്നെ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, പല ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക.
ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.